അപ്പോൾ ഇനി കുറച്ച് എലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആവാം അല്ലേ. കഴിഞ്ഞ ദിവസം നടന്നൊരു ബ്ലണ്ടർ, ഒരു കോമഡിയേക്കാൾ കൂടുതലൊരു ബ്ലണ്ടർ, അതാണ് പറയേണ്ടത്. 2020 എന്ന് പറഞ്ഞ പാർട്ടി ഭയങ്കര എന്താ പറയുക, ആർഭാടത്തിൽ കൊട്ടിഘോഷിച്ച് എപ്പോൾ ആര് പറഞ്ഞാലും ഇതൊരു ന്യൂജൻ ഫ്യൂച്ചറിസ്റ്റിക് തോട്ട്സുള്ള ഒരു പാർട്ടിയാണ്. ഈ പ്രാകൃതമായ ഇവിടുത്തെ LDF UDF അങ്ങനത്തെ സെറ്റപ്പൊന്നുമല്ല. ദിസ് ഈസ് സംതിങ് വെരി ന്യൂജൻ, വെരി ഫ്യൂച്ചറിസ്റ്റിക് ആൻഡ് ഡെവലപ്മെൻറ്റിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന, ആർക്കും മാതൃകയാക്കാൻ ഭയങ്കര അങ്ങനത്തെ പരിപാടികളാണ് പറയാറ്. കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥീനെ നിർത്തിയിട്ട് ആ നിന്ന സ്ഥാനാർത്ഥി വോട്ടർ ലിസ്റ്റിൽ പേരുള്ള ആളാണോ എന്നും കൂടി നോക്കാതെ അവർക്ക് എന്തോ ആണ് ഇത് ഇത്ര ഫ്യൂച്ചറിസ്റ്റിക് ആയി എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. ഞങ്ങളാരും കേരളത്തിലാരും അറിഞ്ഞില്ല. അവിടെയാണ് കുറേ സംശയങ്ങൾ തോന്നിയത്. എടുത്തു ചാടി ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി നിർത്തിയതാണോ എന്നുള്ളൊരു ചോദ്യം. മനസ്സിലായോ? അവിടെയാണ് BJP, ഞാൻ ഇടയ്ക്ക് പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി BJPയും തമ്മിലുള്ള അവിഹിത ബന്ധത്തിൻ്റെ സംശയങ്ങൾ അവിടെയാണ് വരുന്നത്. മറുനാടൻ ചാനലിലാണ് ഞാൻ ആദ്യം, എനിക്ക് ഓൾറെഡി ഇങ്ങനത്തെ ഡൗട്ട്സ് ഇങ്ങനെ മൈൻഡിൽ കൂടി പോകുന്ന ഒരാളാണ്. മറുനാടൻ സാജന് വന്നിട്ട് ഇങ്ങനെ അങ്ങേര് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ മൂപ്പര് ഈ ഇലക്ഷൻ ടൈം ആകുമ്പോൾ നേരെ കുങ്ങിയാവാറാണ് പതിവ്. അത് ആസ് യൂഷ്വൽ ഇപ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. അല്ലാത്ത സമയത്തൊക്കെ ഒരു സംഘപരിവാർ ചായ്വിൽ പോകുന്ന അങ്ങേരുടെ തോട്ട്സ് അല്ലെങ്കിൽ അങ്ങേരുടെ വീഡിയോയിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. അല്ലാത്ത സമയത്ത് ഒരു സംഘീ ചായ്വിലും ഇലക്ഷനൊക്കെ പ്രഖ്യാപിച്ച് കഴിയുമ്പോഴത്തേക്കും മൂപ്പരൊരു പ്രോ കുങ്ങി മുഖമൊക്കെ ആയിട്ട് വരും. ഈ മൂപ്പര് അങ്ങനെ എടുത്തിട്ട് പറഞ്ഞതാണെന്ന് അറിയില്ല, ബട്ട് ഇറ്റ് മേക്സ് സെൻസ്, റിയലി ഇറ്റ് മേക്സ് സെൻസ്. അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ആദ്യം 2020 പ്രഖ്യാപിച്ച അഞ്ജലി നായർ, ലക്ഷ്മി പ്രിയ, വീണ നായർ, പ്രോമി കുര്യാക്കോസ്, ഈ 4 പേരുടെയും കാര്യം നോക്കുന്നില്ല. ഇതിൽ വോട്ടവകാശമില്ലാത്തത് കൊണ്ട് ഒന്നും അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് മാറി നിൽക്കേണ്ടി വന്ന 2 പേരുടെ കുറച്ച് കാര്യങ്ങളും, പിന്നെ ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള, ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടി കോൺസെപ്റ്റ് മുന്നോട്ട് വയ്ക്കുന്ന നേതാവ് തള്ളിയത് ഇങ്ങനെയായിരുന്നു. ഞാൻ ഒരാൾ മത്സരരംഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ഞാൻ മത്സരിക്കാതെ മാറി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ സാധിക്കും. കാരണം ഈ 140 സ്ഥലത്തും എനിക്ക് ശ്രദ്ധ ചെലുത്താൻ സാധിക്കും. അവരെ വിജയസാധ്യതയിലേക്ക് കൊണ്ടുവരാൻ എന്നെ കണ്ടാകുമെങ്കിൽ അതാണ് ഞാൻ നോക്കുന്നത്. അപ്പം ഞാൻ വിജയിക്കുന്നതിനേക്കാൾ കൂടുതൽ NDA വിജയിക്കണം, NDA നിർത്തുന്ന 140 സ്ഥാനാർത്ഥികളും വിജയിക്കണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതെ, നല്ല ലക്ഷ്യവും നല്ല ലക്ഷ്യബോധമുള്ള ആളും നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് ബേസിക്കായിട്ട് വോട്ടർ പട്ടികയിൽ പേരുണ്ടോയെന്ന് പോലും നോക്കാതെയാണ് ഈ മഹാൻ ഇവരെ പിടിച്ച് നിർത്തിയത്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇങ്ങനെ പണിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൊമ്പ പണിഞ്ഞ് വയ്ക്കും. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടതാണ്, ഒരു ദിവസം വേഗം എല്ലാ പത്രസമ്മേളനം വിളിച്ച് എല്ലാവരെയും പരിചയപ്പെടുത്തുന്നു, അവരുടെ സീറ്റുകൾ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ നമ്മൾ അഞ്ജലി നായർ തൃപ്പൂണിത്തുറ, ലക്ഷ്മി പ്രിയ പെരുമ്പാവൂരായിരുന്നു, വീണ നായർ ഏറ്റുമാനൂരായിരുന്നു, പ്രോമി അങ്കമാലി. ഞാൻ ആയിരുന്നു എന്ന് പറയാൻ 2 പേരും ഇപ്പോൾ അവിടെ ഇല്ല, 2 പേരും മാറ്റി, അതിനൊക്കെ റീപ്ലേസ്മെൻറ്റ് വന്നു. അത് ലക്ഷ്മി പ്രിയയുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം. പോസ്റ്റർ വരെ കീറി കൊണ്ടുപോകുന്ന വിഷ്വൽസ് പുറത്ത് വന്നത്. ഓൾറെഡി ബുള്ളറ്റിൻ്റെ ബാക്കിൽ പോയി ട്രോളും ലൈഫ് ടൈം ട്രോൾ അച്ചീവ്മെൻറ്റ് മേടിച്ച ഒരാളാണ്. ആ വ്യക്തിക്ക് ഇതൊരുമാതിരി ശവപ്പെട്ടിയിലാണിയായിപ്പോയി. ഈ സീറ്റ് കൊടുത്തതും അത് പോയതും ലാസ്റ്റ് ഇതിനിങ്ങനെ ഒരു കീറൽ വന്നതും. ആ സീറ്റ് കിട്ടി എന്നറിഞ്ഞ് അതിൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ 34 അത്യാവശ്യം ട്രോള് കിട്ടാനുള്ള എല്ലാ വകയും മേടിച്ചു കൂട്ടാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു BJP സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ട് വരുമെന്നുള്ളതാണ് പല ഘട്ടങ്ങളിലും കരുതിയിരുന്നത്. ഇത് പെട്ടെന്നൊരു മാറ്റം. അതായത് BJP വിളിക്കുന്ന സമയത്തൊക്കെ മകള് ചെറുതായതുകൊണ്ടാണ് ഞാൻ മത്സരിക്കാതിരുന്നത്. തന്നെ അതിന്റെ ഒരു സമയമായിട്ടില്ല. നമുക്കും ഒരു പരുവപ്പെടൽ എന്ന് പറയുന്ന പഠിക്കാൻ, വെറുതെ ചാടി ചെന്നിട്ടൊന്ന് ചെയ്യാവുന്ന ഒരു കാര്യമല്ല സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം ഒരാളോട് ആവശ്യപ്പെടുമ്പോൾ നമുക്കത് തരാനായിട്ട് അവർക്ക് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ നമ്മളിലും ഉണ്ടാവണം. അതാണ്, ആ എന്തെങ്കിലും ഉണ്ടാവണം. ആ ഉണ്ടാവേണ്ടത് എന്താ? വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരാണ്.
പരുവപ്പെടലിൻ്റെ കൂട്ടത്തിൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റിലെ പേര് കയ്യിൽ വെക്കാൻ മറന്നുപോയി. അത് ചേർക്കാൻ മറന്നുപോയി. നല്ല പരുവപ്പെടലാണ്, നല്ല പ്രിപ്പറേഷൻ എന്താണെങ്കിലും. കൊള്ളാം. അടുത്തത് പ്രധാനപ്പെട്ട നടന്മാരും നടിമാരും ഒക്കെ വരില്ലേ പ്രചാരണത്തിന്? എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല. അവർക്ക് ഇതൊക്കെ ഭയങ്കര ഞെട്ടലായിരിക്കും. ആരടുത്തും പറഞ്ഞിട്ടില്ല. ലക്ഷ്മി 2020 എന്നൊക്കെ ചർച്ചയായിരിക്കും അല്ലേ? ആ ലക്ഷ്മി 2020 ഉണ്ടെന്ന് 24 കണ്ടു എന്നായിരിക്കും ഇപ്പൊ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പ്രതീക്ഷിക്കുന്നു അല്ലേ പ്രചാരണത്തിന്? പ്രചരണത്തിന് എല്ലാരും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താ പറയാ, പിന്നെ നമ്മൾ എല്ലാ ലാലേട്ടനും ജയറാമേട്ടനും എന്താ പറയാ, മമ്മൂക്കയും സിദ്ദിഖയും ദിലീപേട്ടനും ഒക്കെ വരണം എന്നാണ് എന്റെ ആഗ്രഹം. എല്ലാവരും കാറിൽ ഫുൾ ടാങ്ക് പെട്രോൾ മേടിച്ച് റെഡി ആയിരുന്നു വരാൻ. പക്ഷേ LPക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാതായി പോയല്ലോ. അതുകൊണ്ട് 24 ചാനലിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തത് കൊണ്ട് ലക്ഷ്മിപ്രിയയെ മാറ്റി എന്നുള്ള ന്യൂസ് കണ്ട് അവരൊക്കെ കാർ ഓഫാക്കി വെച്ച് കിടന്നുറങ്ങി കാണും മിക്കവാറും. എന്തൊരു കഷ്ടമാണ്. അല്ല LPന് എങ്ങനെ, എന്തൊരു കഷ്ടമല്ലേ. പോട്ടെ, ഇന്ന് എന്തൊക്കെയോ ഫേസ്ബുക്കിൽ 37 ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു 1-2 മണിക്കൂർ മുന്നേ മുഴുനീളം എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, വായിക്കാൻ പോയില്ല. ഇറലവൻറ്റ്. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ഈ എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയം എന്താ പറയുക, ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ലൈഫിൻ്റെ ഒരു ഭാഗമായി എടുത്ത് അതിൽ തന്നെ ജനങ്ങളെ സെർവ് ചെയ്യാനുള്ള എന്താ പറയുക ഫുൾ കപ്പാസിറ്റിയിൽ തന്നെ സ്വയം മോൾഡ് ചെയ്ത് അതൊരു കലാലയ കാലഘട്ടം മുതൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുള്ളൊരു നാടാണ്. എല്ലാ പാർട്ടിയിലും അങ്ങനത്തെ ചെറുപ്പക്കാരുണ്ട്. അവരാണ് സത്യം പറഞ്ഞാൽ എല്ലാ പാർട്ടീൻ്റെയും റൂട്ട്, ദ കോർ എന്നൊക്കെ പറയുന്നത് അവരാണ്. അങ്ങനെയുള്ളവരൊന്നും കൺസിഡർ ചെയ്യാതെ പെട്ടെന്ന് പൊടുന്നതിനെ BJPക്ക് ആളെ നിർത്തിയാൽ, നേരിട്ട് ആളെ നിർത്തിയാൽ ഗ്രിപ്പ് ഉണ്ടാവുന്ന സ്ഥലത്ത് വരെ ഇവർ ഈ 2020 പാർട്ടിയെ ആ സീറ്റ് ഏൽപ്പിക്കുന്നു. 2020 എവിടുന്നൊന്നുമില്ലാതെ കുറേ സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്ന് കുറച്ച് സീറ്റുകൾ കൊടുക്കുന്നു. ശരിക്കും രാഷ്ട്രീയം തന്നെ ചിലർക്ക് വെറുത്തു പോകുന്ന രീതിയിലുള്ള പരിപാടിയാണ് ഇവരൊക്കെ ഈ സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്ന് വെച്ച് കാണും. കാരണം ശരിയാണ്, ലക്ഷ്മിപ്രിയ ചിലപ്പോൾ രാഷ്ട്രീയം ഫോളോ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് എടുക്കുന്നുണ്ടാവും. പക്ഷേ ആ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താ, ശരിക്കും അത് ജനങ്ങൾ അറിയണം. ഓക്കെ, അറിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വരണം. അല്ലാതെ ഏതെങ്കിലും അമ്പലത്തിൽ വിളക്ക് കത്തിച്ച് വയ്ക്കുമ്പോൾ അവിടെ ഏതെങ്കിലും പരിപാടിക്ക് പോയിട്ട് കൈകൊട്ടി കളിച്ച് പോന്നു കഴിഞ്ഞാൽ അത് പ്രവർത്തനമാവും. ഏതെങ്കിലും ഒരു മറ്റേ ഹിന്ദുവിൻ്റെ കോൺക്ലേവോ വേറെ എന്തെങ്കിലും നായര കോൺക്ലേവോ ഉണ്ടാകുമ്പോൾ അവിടെ പോയി നിന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോന്നു കഴിഞ്ഞാൽ അതാവുമോ? എനിക്ക് തോന്നുന്നില്ല. ബേസിക്കലി ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അയാൾ ജനങ്ങളിലേക്കായി എന്നുള്ളൊരു കാര്യമൊക്കെ അതിനൊരു പ്രിപ്പറേഷൻ ഉണ്ട്. അവിടെയാണ് ഈ അഖിൽമാരാർ അയാളുടെ ഒരു പ്രിപ്പറേഷൻ നമ്മൾ എടുത്ത് കാണേണ്ടത്. സംഗതി അയാൾ എന്തൊക്കെ പറഞ്ഞാലും ഈസ് പ്രിപ്പയർഡ് ഫോർ ദിസ്. അയാൾ ആ കൃത്യമായ ഫോർമുല നോക്കിയിട്ടാണ് പരിപാടികൾ ഓരോന്നായിട്ട് ചെയ്തത്. പ്രിപ്പറേഷൻ വേണം. അത് വിസിബിളായിട്ട് ആളുകൾക്ക് മനസ്സിലാവണം. അത് സോഷ്യൽ മീഡിയ വഴി ആവണമെന്നും വേണ്ട. മനസ്സിലായില്ലേ? അത് ജനങ്ങളിലേക്ക് എത്തിയാൽ മതി. ഇതങ്ങനെ എത്തുന്ന ആൾക്കാരല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസിനെ നിങ്ങൾ കൊണ്ടുവന്നാൽ ജനങ്ങളും ആക്സെപ്റ്റ് ചെയ്യില്ല. അവിടെയൊക്കെയാണ് മറുനാടൻ പറഞ്ഞ മറ്റേ പോയിന്റ്, ഇതാർക്ക് വേണ്ടി എന്തിനു വേണ്ടി കൊണ്ടുവന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടത്. വീണ നായരും ഇതേപോലെ സീറ്റ് തെറിച്ച സമയത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. പങ്കാളിയാകുമ്പോൾ ഇത്രയും കാലത്തിനിടയിൽ വോട്ട് ചേർത്തില്ല എന്ന് പറഞ്ഞ വലിയൊരു പോരായ്മ നിങ്ങൾ കൈരളിയല്ലേ കണ്ടുപിടിച്ചു. അത് പ്രത്യേകിച്ച് ആ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ല, എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നിയ വർഷമാണ് ഞാൻ വോട്ട് ചെയ്തത്. എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നുന്ന സമയത്ത് ഞാൻ വോട്ട് ചെയ്താൽ പോരെ. അതിന് മുന്നേ എന്തിനാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്? എനിക്ക് എൻ്റെ വ്യക്തിപരമായ താല്പര്യമാണിത്. ക്രിഞ്ചിൻ്റെ വീണേച്ചി എമ്മാതെ ക്രിഞ്ചാണ്. കൈരളിയാണ് കണ്ടുപിടിച്ചു. ഹി ആസ്ഡ് എ വെരി റെലവൻറ്റ് ക്വസ്റ്റ്യൻ. അതിന് 36 കൊടുത്ത ആൻസർ ഈസ് ലൈക്ക് അതൊരു പൊളിറ്റീഷ്യൻ കൊടുക്കേണ്ട ഒരു ആൻസർ അല്ല. കാരണം ഞാൻ പൊളിറ്റിക്സിലേക്ക് ഇല്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ള ഒരാളാവുമ്പോൾ എനിക്ക് പറയാം, ഞാൻ തോന്നിയ വോട്ട് ചെയ്യില്ല പൊടി. ആ പൊളിറ്റിക്കൽ സാധനം അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം പറയാം. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ആ ഫീൽഡിലേക്ക് ഇറങ്ങി ഒരു പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത് ഒരു സീറ്റിൽ സ്ഥാനാർത്ഥിയായി നിർത്തി അങ്ങനെയുള്ള ഒരാൾ പറയാം എൻ്റെ പാസ്റ്റിൽ എനിക്ക് തോന്നുമ്പോൾ വോട്ട് ചെയ്യുള്ളൂ. അതങ്ങനെയല്ലേ, എനിക്ക് തോന്നുമ്പോൾ വോട്ട് ചെയ്താൽ ഒരു നോ. ഒരു സിറ്റിസൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് വോട്ട് ചെയ്യുക, വോട്ട് രേഖപ്പെടുത്തുക.
ആ റെസ്പോൺസിബിലിറ്റി ഒരു 100 ഇരട്ടി കൂടുതലാണ് ഒരു പൊളിറ്റീഷ്യന്. താനൊരു മാതൃകയായി നിന്നുകൊണ്ട് വോട്ട് ചെയ്ത് ബാക്കിയുള്ളവരെയും കൂടി, ഇപ്പോൾ ഈ വോട്ടിങ്ങിന് ബ്രാൻഡ് അങ്ങനത്തെ അംബാസിഡേഴ്സൊക്കെ ഉണ്ടല്ലോ, ഉണ്ട്, എൻ്റെ അറിവിലുണ്ട്. ഇലക്ഷൻ ടൈമൊക്കെ ആകുമ്പോൾ മോട്ടിവേറ്റ് ചെയ്യാനും യങ് യൂത്തിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഒരു അവയർനെസ് കൊടുക്കാനൊക്കെ ഇതിനൊക്കെ അംബാസിഡേഴ്സിനെ വയ്ക്കാറുണ്ട്. അപ്പോൾ സ്വയം അതങ്ങനൊരു എന്താ പറയുക മോട്ടിവേഷൻ ആവണം. അല്ലാതെ ഒരു സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്ന ഒരാൾ ഒരു പാർട്ടിയുടെ ഒരു കീ പൊസിഷനിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന ഒരാൾ ഇല്ല ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ, എനിക്ക് തോന്നുമ്പോഴല്ലേ വോട്ട് ചെയ്യാറുള്ളൂ, ചിലപ്പോൾ ഞാൻ ചെയ്യില്ല, അങ്ങനെയല്ല, ചെയ്യണം, ചെയ്തിരിക്കണം. അതിൻ്റെ പ്രിപ്പറേഷൻ അതാണ്. അവിടെ ഞാൻ പറയുന്നത് ഇവർക്കൊന്നൊരു എന്താ പറയുക പ്രിപ്പറേഷനോ അല്ലെങ്കിൽ ഇവർ വിസിബിലിറ്റി ഇല്ല. അവർക്കൊരു വിസിബിലിറ്റി ആയിട്ട് കൊടുക്കാൻ ജനങ്ങൾക്ക് എത്രത്തോളം അത് എഫക്റ്റീവായിട്ട് കിട്ടിയെന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ നേരത്തെ മറുനാടിൻ്റെ ഭാഗത്തുനിന്ന് വന്ന പോലത്തെ കുറേ സംശയങ്ങൾ വരും. കാരണം നിൽക്കുന്ന മണ്ഡലത്തിനെ കുറിച്ചിട്ടും അവിടെ എന്ത് പ്രവർത്തനം ചെയ്യണം എന്ന് ചോദിക്കുമ്പോഴൊക്കെ ഇപ്പോൾ റോബിൻ മുതലുള്ള എല്ലാവരും പറയുന്നത് ഡെവലപ്മെൻറ്റ്. ഈ ഡെവലപ്മെൻറ്റ് എന്താ അത് പറയണ്ടേ, എന്താണ്, വാട്ട് കൈൻഡ് ഓഫ് ഡെവലപ്മെൻറ്റ്? ഇപ്പോൾ പെരുമ്പാവൂരാണ് ലക്ഷ്മിപ്രിയ നിൽക്കേണ്ടിയിരുന്നത്. 36 ഈ പെരുമ്പാവൂരിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങളൊന്ന് കേൾക്ക്. ഇപ്പോൾ മത്സരിക്കുന്ന പെരുമ്പാവൂരാണ്. പെരുമ്പാവൂർ പല പ്രശ്നങ്ങളും കാര്യങ്ങളും ബംഗാളികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ എന്ത് മാറ്റമായിരിക്കും ചേച്ചി അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരുന്നത്? ഇപ്പൊ താങ്കളുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലോ പെരുമ്പാവൂരത്തെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത്. ആ പ്രശ്നം പരിഹരിക്കാതെ നമുക്ക് വേറെ ഒരു കാര്യത്തിലേക്കും പോകുന്നതിൽ അർത്ഥമില്ല. അതായത് പെരുമ്പാവൂർ എന്ന് പറയുന്നത് സാംസ്കാരികപരമായിട്ടും പ്രകൃതി രമണീയത കൊണ്ടും പൈതൃകം കൊണ്ടും എന്താ പറയുക രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവരുടെ ജന്മം കൊണ്ടും ഒക്കെ വളരെയധികം പേരും പ്രശസ്തിയുമുള്ള ഒരു നാട് തന്നെയാണ്. പക്ഷെ ഇന്ന് മലയാളികളുടെ എല്ലാം മനസ്സിലേക്ക് പെരുമ്പാവൂർ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് മൺമറഞ്ഞുപോയ ജിഷയുടെ മുഖമാണ്. ജിഷ വധക്കേസിലൂടെ പോപ്പുലറായ ഒരു സ്ഥലം എന്നാണ് വിചാരിക്കുന്നത്. അതിന്റെ പിന്നിലും ഒരു ബംഗാളി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം തന്നെയാണ് പ്രതി എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും അങ്ങനെയാണ് വരുന്നത്. അദ്ദേഹത്തിനെയാണല്ലോ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും ജയിലിലായിരിക്കുന്നതും ഒക്കെ. അപ്പം അതിനുശേഷം നോക്കുകയാണെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ നമ്മൾ അതിഥികളാക്കി കൊണ്ടുവന്ന് അതിഥി തൊഴിലാളികളാക്കി നമ്മൾ കൊണ്ടുവന്ന് അവർക്ക് ആധാറും വീടും എല്ലാം കൊടുത്ത് അവർക്ക് ചിലരൊക്കെ മലയാളികളെ വിവാഹം കഴിച്ചുമൊക്കെ ഇവിടെ താമസിക്കുന്നു. പക്ഷെ ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ അന്നം തേടി അവർക്ക് ആഹാര സാധനങ്ങൾ അന്വേഷിച്ച് വന്ന് കച്ചവടത്തിനായിട്ട് വന്ന ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ ചെയ്തത് അതിന്റെ വേറൊരു രൂപത്തിലൂടെയാണ് ഇന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ മലയാളികൾക്ക് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് പെരുമ്പാവൂരിന്. വലിയ എസ്കേപ്പാണ് പെരുമ്പാവൂരിട്ടാ. ഇവർ ജയിക്കൂല എന്നുള്ള വേറെ കാര്യം. പക്ഷെ അറ്റ്ലീസ്റ്റ് ഈ ടൈമിൽ ഇവരെ പ്രസംഗം കേൾക്കേണ്ട ഒരു അവസ്ഥ എന്നുള്ള പെരുമ്പാവൂരുകാരുടെ ഒരു ഗതികേടായിരുന്നു ഞാൻ ആലോചിക്കുന്നത്. എന്തോ ഭാഗ്യത്തിനാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കഴിച്ചില്ലായി മക്കളെ. പെരുമ്പാവൂർ ജിഷ കേസ് കൊണ്ടാണ് പെരുമ്പാവൂർ ഫേമസ് ആയത്. പെരുമ്പാവൂരുകാരും കേൾക്കണ്ട മുൻ സ്ഥാനാർത്ഥി പറഞ്ഞത്. എടുത്തിട്ട് കാല വാരി നിലത്തടിച്ച് തീരുമാനമാക്കി കളയുവർ. ബ്രിട്ടീഷുകാർ വന്ന പോലെയാണ് ഇപ്പോൾ ബംഗാളികൾ അവിടെ വന്ന് കൂടിയിരിക്കണമെന്ന്. കമോൺ എടീ, ഞാൻ പറഞ്ഞല്ലോ പൊളിറ്റിക്കൽ ബ്ലണ്ടർ. അതാണ് സത്യത്തിൽ ഇങ്ങനത്തെ സ്ഥാനാർത്ഥികളെ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തതുകൊണ്ട് T20 പോലത്തെ ഇത്രയും എന്താ പറയുക സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് എണ്ണയിട്ട് എന്താ കൃത്യമായി വർക്ക് ചെയ്യുന്നൊരു മെഷീൻ പോലെ വർക്ക് ചെയ്യുന്ന 2020 എന്ന് പറഞ്ഞ പാർട്ടി ചെയ്തു വെച്ചിട്ടുള്ളത്. കഴിച്ചിലായതാണ് ഇവർക്ക് ഈ പറഞ്ഞ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തത് കൊണ്ട് നാട്ടുകാർ. അല്ലെങ്കിൽ ഈ തള്ളൊക്കെ കേൾക്കേണ്ടി വരില്ലേ? ഇത്ര ട്രോള് വരുമായിരുന്നു. അതിൽ നിന്ന് ഇവരും രക്ഷപ്പെട്ടു, പാർട്ടിയും രക്ഷപ്പെട്ടു, നാട്ടുകാരും കഴിച്ചില്ല ഇവരെ തള്ളു കേൾക്കാതെ. എന്താണ് ജിഷാവധ കേസ് പ്രതിനെ അദ്ദേഹം എന്നൊക്കെ എൻ്റെ പൊന്നൂ. എന്താണെങ്കിൽ അതങ്ങനെ ഒരു വഴിക്ക് പോട്ടെ. ഇനി നമുക്ക് നോക്കാനുള്ളത് ബൈ ദ വേ അത് പറയുമ്പോൾ പെരുമ്പാവൂരിൽ തന്നെ ജോർജ് എൽദോ, ഞാനിവിടെ സ്ക്രീൻഷോട്ട് വയ്ക്കുന്നുണ്ട്, സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന ഒരു പയ്യനാണ്. വെരി ഇൻട്രസ്റ്റിംഗ് പ്രൊഫൈൽ, വീഡിയോസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ പേഴ്സണലി ചെക്കിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ജോർജ് എൽദോക്ക്. ഹി ഹാവ് എ വെരി ഗുഡ് വിഷൻ. പെരുമ്പാവൂരുള്ള യൂത്ത്, എസ്പെഷ്യലി എൻ്റെ വീഡിയോ കാണുന്ന പെരുമ്പാവൂരുള്ള യൂത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കീപ്പ് ഇൻ ടച്ച് ദിസ് ഗൈ ബിക്കോസ് ഹി ഹാവ് സം എക്സ്ട്രീംലി ഗുഡ് പ്ലാൻസ്. ഈ ലക്ഷ്മിപ്രിയനെ പോലെയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ പോലെയോ
പെരുമ്പാവൂർ ഈസ് എന്താ പറയുക ബോയിലിംഗ് ഹോട്ട്സ്പോട്ട് എന്ന് പറയും കേരളത്തിൻ്റെ. ഇപ്പോൾ മുംബൈക്ക് ധാരാവി പോലെയാണ് കൊച്ചിക്ക് പെരുമ്പാവൂർ എന്ന് പറയുന്നത്. സീരിയസ്ലി ഗൈസ്, ബിക്കോസ് ക്രൈമിൻ്റെ ഹോട്ട്സ്പോട്ട്, അവിടെ നടക്കുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അത് വെറുതെ വിട്ട് കഴിഞ്ഞാൽ നടക്കില്ല. അത് അവിടെ പൾസ് അറിയുന്ന അവിടുത്തെ യൂത്തിനാണത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇവർക്കൊക്കെ വോട്ടിന് വേണ്ടിയിട്ട് ഇവർ ഏതെങ്കിലും ഒരു നാലാളെ നിർത്തി പോകുന്ന പരിപാടി എന്നല്ല, പിന്നെ ഇവരാരും തിരിഞ്ഞു നോക്കാത്തൊരു സ്ഥലവും. പക്ഷേ ജോർജ് എൽദോയെ പോലുള്ള യൂത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ, ആ നാടിൻ്റെ പൾസ് അറിയുന്നവർ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ഇവരെല്ലാം അടിച്ചോടിക്കാനൊന്നും പറ്റുന്നില്ല നമുക്ക്. അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ടെങ്കിൽ തന്നെ അവിടുത്തെ എല്ലാ ഇൻഡസ്ട്രീസും വർക്ക് ചെയ്തു. പക്ഷെ അവർക്കൊരു അവെയർനെസ് കൊടുക്കാനും ഇതിൽ നാട്ടുകാരുണ്ട് എന്നുള്ളത് അറിയിക്കാനും പറ്റുന്ന രീതിയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ ചുണയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം എല്ലാ ആളുകളും യൂത്തിൻ്റെ പിന്നാലെ നിൽക്കണം. പെരുമ്പാവൂരൊക്കെ അങ്ങനത്തെ കൈകളിലാണ് എത്തേണ്ടത്. അപ്പോൾ ജോർജ് എൽദോയുടെ പ്രൊഫൈൽ നിങ്ങളൊന്ന് എടുത്തു വെച്ച് നോക്കിക്കോ. ജോർജ് എൽദോ ഒരുപാട് കാര്യങ്ങൾ പെരുമ്പാവൂർ ചെയ്യാൻ കപ്പാസിറ്റി കാണിക്കുന്ന ഒരു പ്രൊഫൈലായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, ഇനി നമുക്ക് മറുനാടൻ്റെ വീഡിയോ ഞാനിവിടെ നിന്ന് പ്ലേ ചെയ്യാം. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടിത്തറയുണ്ടാക്കണമെങ്കിൽ CPMന്റെ സഹായം വേണം. മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കി CPMന്റെ സഹായത്തോടെ 10 സീറ്റിലെങ്കിലും വിജയമുറപ്പിച്ച് ബാക്കി പല സീറ്റുകളിലും CPMനെ സഹായിച്ച് ഒരു പരസ്പര കൊടുക്കൽ വാങ്ങൽ പദ്ധതിയായി മുമ്പോട്ട് പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. 2020 BJPയുടെ സഖ്യകക്ഷിയാവുന്നു. കിറ്റക് സാബുവിന് BJP നേതൃത്വം വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. മോദി പങ്കെടുക്കുന്ന യോഗങ്ങളിലടക്കം രാജീവ് ചന്ദ്രശേഖരനൊപ്പം കിറ്റക് സാബു ഇരിക്കുന്നു. 2020യുടെ സ്ഥാനാർത്ഥികളിൽ പലതും CPMനെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരം രൂപപ്പെട്ടതാണെന്ന ആരോപണമാണ് അന്തരീക്ഷത്തിൽ ഉയർന്നു വരുന്നത്. എറണാകുളത്തെ കാര്യമെടുക്കുക. ആകെയുള്ള 14 സീറ്റിൽ 8 സീറ്റും 2020ക്കാണ്. 4 സീറ്റ് മാത്രമാണ് BJPക്കുള്ളത്. എറണാകുളത്ത് BJPക്ക് അടിത്തറ കുറവാണ്. അതുകൊണ്ട് 2020 മത്സരിക്കട്ടെ എന്ന് വയ്ക്കുമ്പോഴും 2020യുടെ സ്ഥാനാർത്ഥികൾ പലരുടെയും നെറ്റിച്ചുളിപ്പിക്കുന്നു. ഇതിൽ തന്നെ ഏറ്റവും വിവാദമായിരിക്കുന്നത് തൃപ്പൂണിത്തറ മണ്ഡലമാണ്. BJPയുടെ A ക്ലാസ് മണ്ഡലം എന്ന് പരിഗണിക്കപ്പെടുന്ന സ്ഥലമാണ് തൃപ്പൂണിത്തറ. തൃപ്പൂണിത്തറയിൽ മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഇക്കുറി K ബാബുവിന്റെ അഭാവത്തിൽ വിജയം ഉറപ്പിക്കാം എന്നായിരുന്നു കണക്കാക്കിയിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി തൃപ്പൂണിത്തറ 2020ക്ക് കൊടുക്കുകയും 2020 അഞ്ജലി നായർ എന്ന ഇതുവരെ രാഷ്ട്രീയ പ്രവർത്തന പരിചയമില്ലാത്ത ഒരു നടിക്ക് ആ സീറ്റ് കൊടുക്കുകയും ചെയ്തത് BJPക്കാരുടെ നെറ്റി ചുളിക്കാൻ കാരണമായിട്ടുണ്ട്. അഞ്ജലി നായർ മാത്രമല്ല, 2020യുടെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ സീരിയൽ സിനിമാ രംഗത്തുള്ളവരാണ്. അവർക്കാർക്കും രാഷ്ട്രീയ പരിചയം ലവലേശമില്ല. പെരുമ്പാവൂരിൽ ലക്ഷ്മി പ്രിയ എന്ന ഒരു നടിയെ സ്ഥാനാർത്ഥിയാക്കുന്നു. ഒടുവിൽ റോഡ് ഷോയ്ക്ക് വേണ്ടി ഒരുങ്ങി റോഡ് ഷോയ്ക്ക് നേതൃത്വം കൊടുക്കാൻ കേന്ദ്രമന്ത്രി എത്തുമ്പോഴാണ് അറിയുന്നത് ലക്ഷ്മി പ്രിയയ്ക്ക് കേരളത്തിൽ ഒരിടത്തും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലെന്ന്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ മത്സരിക്കാൻ കഴിയാത്തതുകൊണ്ട് ലക്ഷ്മി പ്രിയ സംഭവ സ്ഥലത്തുനിന്ന് മുങ്ങുന്നു. ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയം എങ്ങനെയാണ് 2020 നടത്തുന്നത് എന്നതാണ് പലരുടെയും ചോദ്യം. ഏറെ പ്രതീക്ഷയോടെ 2020യിലൂടെ NDA സഖ്യത്തിന്റെ ഭാഗമായ അഖിൽ മാരാർ കൊട്ടാരക്കരയിൽ മത്സരിക്കുമെന്ന് കണക്കാക്കിയെങ്കിലും ഒടുവിൽ 2020ക്കോ BJPക്കോ സ്വാധീനമില്ലാത്ത തൃക്കാക്കരയിൽ പോയി നിൽക്കുന്നതും വളരെ വിചിത്രമായ അനുഭവമായി വിലയിരുത്തപ്പെടുന്നു. 2020ക്ക് ഏറ്റവും അധികം സ്വാധീനമുള്ള കുന്നത്ത് നാട്ടിൽ പോലും 2020 ഇറക്കുമതി സ്ഥാനാർത്ഥിയെ ഇറക്കി. അടൂരിൽ നിന്നും ബാബു ദിവാകരൻ എന്ന കോൺഗ്രസ് പാർട്ടി വിട്ട നേതാവിനെയാണ് കുന്നത്ത് നാട് മത്സരിപ്പിക്കുന്നത്. ഇതിന്ന് കുറച്ചൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയുന്ന ഈ ഒരു പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റുന്ന കേസൊന്നുമല്ല. പിന്നെ സാബു പല ഇൻ്റർവ്യൂവിലായിട്ട് ഏറ്റവും കൂടുതൽ ഗ്ലോറിഫൈ ചെയ്തിട്ടുള്ളൊരു നേതാവാണ് പിണറായി വിജയൻ. അതല്ലാതെ ആർക്കും പറയാൻ പറ്റില്ല. സാബുവിന് ഇൻ്റർവ്യൂസൊക്കെ എടുത്ത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ UDFനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു അവിഹിത പരിപാടി ഇവർ കാണിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അത് ചെയ്യും, മനസ്സിലായി. ഇത് കേരളത്തിൽ കുറേ കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് UDFകാർ ഇതൊക്കെ നോക്കിയാന്നല്ല, അതിനുള്ള സമയമൊന്നുമില്ലല്ലോ. ഐക്യജനാധിപത്യ മുന്നണിയിൽ ഐക്യം ഞാൻ കണ്ടില്ല. പ്രത്യേകിച്ച് ഈ ടൈമിലാണ് ഐക്യം കാണിക്കേണ്ടിയിരുന്നത്. ഒരു സൈഡിൽ സിംഹം കരയുന്നു, മറ്റേ സൈഡിൽ സീറ്റ് കിട്ടാത്തതിന്
ഇപ്പം ഞാൻ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഞാൻ ഇറങ്ങിപ്പോവും. ഞാൻ ഇപ്പം പാർട്ടി മാറുമെന്നൊക്കെ പറഞ്ഞ് കുറേ പോസ്റ്റുകളും അതും ഇതും അനുനയിപ്പിക്കാനും കൂടെ കൂട്ടാനും മാത്രം നേതാക്കന്മാർ. ഇപ്പം വേറെ വോട്ട് പിടിക്കാനൊന്നും അവർക്ക് സമയമില്ല. പാർട്ടിനിടയിലുള്ള തല്ല് തീർക്കാനാണ് ഇവന്മാർ ഓടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ജനാധിപത്യ മുന്നണിയുള്ള ഐക്യം ഒന്നെടുത്ത് മാറ്റണം. ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നത് നല്ലത്. എന്തിനാ ഈ നാട്ടുകാർ മുന്നിൽ കോമാളിയായി കല്ലേറ് വാങ്ങാൻ? ഇതിപ്പോൾ ഇതെല്ലാം കൂടിയും കഴിഞ്ഞ് ലാസ്റ്റ് ക്ലീൻ സ്വീപ്പ്. ഞങ്ങൾ ഇപ്രാവശ്യം അടർത്തി അടിക്കും LDFനെയും BJP എന്നൊക്കെ പറഞ്ഞ് നടക്കണ ടീം UDFൻ്റെ ക്യാപ്റ്റനായ VD സതീഷിന് മിക്കവാറും വനവാസത്തിന് പോകേണ്ട അവസ്ഥയ്ക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അതൊക്കെ നോക്കിയാൽ നല്ലത്. കാരണം ഇവരിതിനിടയിൽ കൂടി ഏറ്റവും കൂടുതൽ അഗ്രസീവായിട്ട് ഇപ്രാവശ്യം എലക്ഷൻസിനെ നേരിടുന്നത് വളരെ ലേറ്റായിട്ടാണെങ്കിലും LDF ആണ്, പറയാതിരിക്കാൻ പറ്റില്ല. അവർ ഭയങ്കര അഗ്രസീവാണ് LDF. ഇപ്പോൾ LDFൻ്റെ സൈബർ സെല്ലുകൾ ഓണായി LDFൻ്റെ സൈബർ പോരാളികളിൽ നിന്ന് ഭയങ്കര കുറിക്ക് കൊള്ളുന്ന രീതിയിലുള്ള വീഡിയോസും കണ്ടൻറ്റുകളും പുറത്തു വരാൻ തുടങ്ങി. ഭയങ്കര സ്ട്രോങ് ആണ് അവരുടെ പോസ്റ്റേഴ്സിൻ്റെ എണ്ണം. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എല്ലാം കൊണ്ടും അവരൊരു അഗ്രസീവ്നെസ് കാണിക്കുന്നുണ്ട്. ഇനീഷ്യൽ സ്റ്റേജിൽ BJP ആണ് കാണിച്ചെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ കാണിക്കുന്നത് LDF ആണ്. കോൺഗ്രസ്സിന് അതൊരു ഇലക്ഷൻ ആയപ്പോൾ, ഇലക്ഷന് മുന്നേ വരെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഉള്ളൊരു അഗ്രസീവ് ഇലക്ഷൻ അപ്രോച്ചൊന്നും ഇപ്പോൾ UDFന് ഇല്ല. സ്ഥാനാർത്ഥി നിർണയം വൈകിയപ്പോൾ തന്നെ അതിലൊരുപാട് കശപിശ ഉണ്ടായി. ആകപ്പാടെ കൂടി ഇങ്ങോട്ട് അവിയൽ പരുവത്തിലായപ്പോൾ ഉണ്ടല്ലോ, ശരിക്കും പതറിയിട്ടുണ്ട്. അത് അറിയില്ല വോട്ടിൽ ഇമ്പാക്റ്റ് ചെയ്യുമോ എന്നുള്ളത്. ഇനി ഒരു BJP പ്രവർത്തകൻ പറഞ്ഞത് കൂടി വയ്ക്കാം. ഇന്ന് BJP ഞെട്ടിക്കും എന്നുള്ള ഒരു വീഡിയോ കണ്ടു. അത് സംഭവിച്ചിരിക്കുകയാണ്. BJP ഞെട്ടിക്കും. പല സീറ്റുകളിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കാണാൻ പറ്റും BJP CPM-ഉമായിട്ട്. ഇതിന് ഏറ്റവും ഉദാഹരണം ആരും ചർച്ച ചെയ്യാതെ പോകുന്ന സീറ്റാണ് ഏറ്റുമാനൂർ. പറ്റുമെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ ഇതൊന്ന് പരാമർശിച്ചാൽ നന്നായിരിക്കും. കാരണം BDJS-നായിക്കോട്ടെ BJPക്ക് ആയിക്കോട്ടെ നല്ല വേരോട്ടമുള്ള ഒരു സ്ഥലമാണ് ഏറ്റുമാനൂർ. അതായത് എന്റെയൊക്കെ നിയോജക മണ്ഡലമാണ്. അതായത് പിന്നെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, വാസവൻ സാറിന്റെ ഒരു മണ്ഡലമാണ്. മണ്ഡല പുനർനിർണയത്തിന് ശേഷം കുമരകവും തിരുവാർപ്പും ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തോട് കൂട്ടിച്ചേർത്ത് പാർട്ടി കോട്ടയാക്കിയ വാസവന്റെ സ്വന്തം ഏറ്റുമാനൂർ. അവിടെ ഇത്തവണ വാസവന് കാര്യങ്ങൾ ഭംഗിയാക്കി കൊടുക്കാനായിട്ട് BJP BDJസും ചെയ്ത കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. അതായത് പേരിന് പോലും മരുന്നിന് പോലും ഒരാളില്ലാത്ത 2020ക്ക് ഇതുപോലെ നല്ലൊരു മണ്ഡലം, BJPയുടെ A ക്ലാസ് മണ്ഡലം അല്ലെങ്കിൽ കൂടിയും വളരെ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. കാരണം കുമരകം തിരുവാർപ്പ് ഏരിയ അയ്മനം ഭാഗങ്ങളിലൊക്കെ ഇഷ്ടംപോലെ BJP പ്രവർത്തകർ. അയ്മനം പഞ്ചായത്ത് ഭരിക്കുന്ന BJP ആണെന്ന് ഓർക്കണം. അവിടെയാണ് വീണ നായർ എന്നുള്ള ഒരു സീരിയൽ നടിയെ അല്ലെങ്കിൽ സിനിമാ നടിയെ 2020 പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് എന്ത് സർജിക്കൽ സ്ട്രൈക്കാന്ന് മനസ്സിലാകുന്നില്ല. ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും മത്സരിക്കാത്ത, ഒരു രാഷ്ട്രീയ പാരമ്പര്യവും ഇല്ലാത്ത ഈ പറഞ്ഞ വീണ നായരെ അവിടെ പ്ലേസ് ചെയ്തതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് എത്ര രൂപ വാസവൻ പമ്പ് ചെയ്തു എന്ന് മാത്രം അന്വേഷിച്ചാൽ മതി, വേറൊന്നും അന്വേഷിക്കണ്ട. വാസവന് കാര്യങ്ങൾ എളുപ്പമാക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം ഈ പ്രാവശ്യം അയ്മനം പഞ്ചായത്ത് അടക്കം കുമരകം പഞ്ചായത്ത് അടക്കം ഭരണം പോയതോടുകൂടി വാസവൻ അറിയായിരുന്നു ഈ വർഷം എന്തായാലും ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടുമെന്ന് അറിയാം. അപ്പോൾ കണ്ടുപിടിച്ച ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് അവിടെ 2020 കൊടുക്കുക. 2020 തന്നെ ഞെട്ടിപ്പോയെന്നാണ് ഈ നീക്കം കണ്ടിട്ട്. എന്തായാലും ഈ വീണ നായർ അവർ പറയുന്നത് അയ്മനം ജില്ലയിലെ പരിപ്പിലാണ് അവരുടെ സ്വന്തം സ്ഥലം എന്നാണ് പറയുന്നത്. അത് ശരിയാണ്. അവർ വേറെ ഇവിടുന്ന് വന്നിട്ട് അവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. അവരുടെ ചെറുപ്പകാലമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ വീണ്ടും അവിടെ നിന്ന് പോയതാണ്. ഒരു 10-15 വർഷമായി ഈ ചെറുപ്പക്കാരി സീരിയൽ നടി അല്ലെങ്കിൽ സിനിമ നടി അവിടെ ഏറ്റുമാനൂർ പഞ്ചായത്തിൽ കണ്ടിട്ടില്ല. എന്തായാലും കൊള്ളാം. ഇതുപോലെയുള്ള സർജിക്കൽ സ്ട്രൈക്കുകളാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രത്യേകപരമായിട്ട് അവർ തിരിച്ച് പാലക്കാട്, ഇതൊരു എന്താ പറഞ്ഞ ഗീവ് ആൻഡ് ടേക്ക് പോലെയാണ്. പാലക്കാട് നിങ്ങളെടുത്തോ, ഏറ്റുമാനൂർ ഞങ്ങൾ തരാം എന്നുള്ള ഒരു പോളിസിയാണ്. ഇത് നമുക്ക് പല നിയോജകമണ്ഡലത്തിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ പറഞ്ഞത് ഈ ഒരു ഇപ്പോൾ ഈ POV ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇങ്ങനത്തെ ഒരു കൈ കൊടുക്കലും ഇങ്ങനത്തെ ഒരു പരിപാടികളൊക്കെ ഇതിൻ്റെ പിന്നിൽ വളരെയധികം എവിഡൻ്റ് ആയിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ പാലക്കാട് തന്നെ അതിന് പിച്ച് പെർഫെക്റ്റ് എക്സാമ്പിളാണ്. LDFൻ്റെ സ്ഥാനാർത്ഥിനെയും BJPൻ്റെ സ്ഥാനാർത്ഥിനെയും
UDF എന്തെന്നാ കാണിച്ചെന്നുള്ളതാണ് രമേഷ് പിഷാരടി. എന്താണെങ്കിലും ഞാൻ പറയുന്നത്, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് യൂത്തിന് നിൽക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, പൊളിറ്റിക്സിൽ താല്പര്യമുള്ള, അത്യാവശ്യം നാട്ടിൽ നല്ലത് ചെയ്യാൻ പറ്റും, സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ തോന്നുന്നവർ, ഇപ്പോൾ നേരത്തെ എൽദോനെ കാണിച്ച പോലെ നിൽക്കാൻ പറ്റുന്നവർ നിൽക്കുക. മനസ്സിലായോ? ഇങ്ങനത്തെയൊക്കെ കൂട്ടുകൃഷി അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങൽ ഇങ്ങനത്തെയൊക്കെ പരിപാടിയൊക്കെ മടുത്തില്ലേട്. ഞാൻ ആലോചിച്ച് നോക്കുന്നത് എന്തെന്നാ നാട്ടിൽ നടക്കുന്നത്. ഒരു ഇലക്ഷൻ വരുമ്പോഴത്തേക്കാണ് ഇവരുടെയൊക്കെ ഒരു എന്താ പറയുക അവിഹിത കുൽസിത മുഖങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്, അന്തർധാരകളും പരിപാടികളൊക്കെ. പിന്നെന്താ പറയുക, ഇതൊന്നും അടിമകളായിട്ടുള്ള പാർട്ടിക്കാർ ചോദ്യം ചെയ്യില്ല. അത് ഒരു പാർട്ടിയിൽ ഒരു അടിമകളും ചോദ്യം ചെയ്യില്ല. എന്താണോ പാർട്ടി പറയുന്നത് അത് എട്ടം വല്ലം നോക്കാതെ കുറേ അണികളങ്ങോട്ട് ഇറങ്ങും. അവർക്കൊരു ഉത്സവമാണ്. ഈ പാർട്ടി അണികൾക്ക് ഇതൊരു ഫെസ്റ്റിവൽ ടൈമാണല്ലോ. അവരൊക്കെ കിട്ടുന്ന സ്ഥാനാർത്ഥിനെ വെച്ച് കുട്ടി ആഘോഷിച്ചുകൊണ്ട് പോകുന്നല്ലാതെ അപ്പം കിട്ടുന്ന കുറച്ച് പൈസ പാർട്ടി ഫണ്ടിൽ നിന്ന് വരുന്നതാണ് ചിലവാക്കണം. അത്രേ ഉള്ളൂ ഇവർക്കൊക്കെ. അല്ലാതെ നാടിന് ഇവരെന്ത് ചെയ്യും? ഈ സ്ഥാനാർത്ഥികൾ ആപ്റ്റാണോ നിൽക്കാൻ? അല്ലെങ്കിൽ ഇതെന്തെങ്കിലും പൊളിറ്റിക്കൽ ഗെയിമിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സ്ഥാനാർത്ഥികളാണോ? അതിൻ്റെ ബാക്കിലുള്ള ഗെയിം എന്തെന്ന് ചിന്തിക്കാൻ പോലും നിൽക്കാൻ അവരാരും റെഡിയല്ല. പിന്നെ ഭരണം കിട്ടിയിട്ടും അല്ലെങ്കിൽ ഇവരൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടങ്ങും എല്ലാവരും ഉണ്ടായിരുന്നു എന്തിനു ചെയ്തു. പിന്നെ ചിന്തിക്കരുത്. ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പം ചിന്തിക്കണം. ഇപ്പോഴാണ് നമ്മൾ സാധാരണക്കാർക്ക് കയ്യിൽ മഷി പുരട്ടുമ്പോൾ അതുവരെയുള്ള പവറേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പോയി. ഓക്കെ, ചിന്തിക്കുക. ചിന്തിച്ച് മാത്രം പൊളിറ്റിക്സ് നോക്കിക്കാണുക. ഓക്കെ, വല്ലവനും വെച്ച് തരുന്നത് എടുത്ത് വിഴുങ്ങാതിരിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നാളെ വേറൊരു കണ്ടന്റ് നോക്കാം.